ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വരുന്നവർക്ക് ഏറെയും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന, ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് യാത്രാ സൗകര്യം. കറക്റ്റ് സമയത്ത് എത്തണം, വാഹനങ്ങൾ കിട്ടും അതേ അന്നത്തെ ദിവസം എന്നുള്ളത്. അവിടെ നമ്മുടെ KSRTC വളരെ പ്രോംപ്റ്റ് ആയിട്ടുള്ളൊരു കാര്യം ചെയ്തിരിക്കുകയാണ്. നമുക്കറിയാം, വളരെ അടുത്ത് തന്നെയാണ് KSRTC ബഡ്ജറ്റ് ടൂറിസം എന്ന ഒരു ആശയം നടപ്പിലാക്കി. അത് വളരെ വിജയകരമായ രീതിയിൽ അവർ കൊണ്ടുപോകുന്നുമുണ്ട്. ഇന്ന് ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ബഡ്ജറ്റ് ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് കൊട്ടാരക്കര അതുപോലെ പല ഭാഗത്തു നിന്നും വന്നിട്ടുള്ള ഭക്തരുണ്ട്. അപ്പോൾ അതിൻ്റെ കോർഡിനേറ്റർ ശ്രീ പത്മകുമാറാണ് എൻ്റെ കൂടെ ഉള്ളത്. നമുക്ക് അദ്ദേഹത്തോട് ഇതിൻ്റെ വിശദാംശങ്ങൾ ചോദിച്ചറിയാം. അങ്ങ് 15 വർഷമായിട്ട് KSRTCയിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. ബഡ്ജറ്റ് ടൂറിസം എന്ന ഈ ഒരു ആശയം നല്ല രീതിയിൽ പോകുന്നുണ്ട്. അതിൽ വളരെ സക്സസ്ഫുൾ ആയിട്ട് KSRTCക്ക് വരുമാനം കിട്ടുന്നുണ്ട്. എങ്ങനെയാണ് നിങ്ങളിത് കണ്ടക്ട് ചെയ്യുന്നത്? ഇതിൻ്റെ പ്രത്യേകതകളൊക്കെ എന്തൊക്കെയാണ്? ഇതിന് നമുക്ക് സ്റ്റേറ്റ് കോർഡിനേറ്റർമാരുണ്ട്, അതുപോലെ തന്നെ ഓരോ ജില്ലയിലും കോർഡിനേറ്റർമാരുണ്ട്, അതിലുപരി ഓരോ ഡിപ്പോ കേന്ദ്രീകരിച്ചും കോർഡിനേറ്റർമാരുണ്ട്. അപ്പോൾ ആ പ്രദേശത്തുള്ള ആളുകൾക്ക് എന്താവശ്യത്തിനും, അതായത് വിവാഹമാണെങ്കിലും അല്ലെങ്കിൽ മറ്റ് തീർത്ഥയാത്രകളാണെങ്കിലും ഇതിനെല്ലാം തന്നെ നമ്മളെ സമീപിക്കുമ്പോൾ മറ്റുള്ള പുറത്തുള്ള ബസ്സുകൾ ഓടുന്നതിനെക്കാളും ചാർജ് കുറച്ച് സുരക്ഷിതമായ യാത്ര പ്രദാനം ചെയ്യാൻ KSRTC എപ്പോഴും സുസജ്ജമായിട്ട് മുന്നിലുണ്ട്. ഈ ആറ്റുകാൽ ക്ഷേത്രമല്ലാതെ വേറെ ഏതൊക്കെ ക്ഷേത്രങ്ങളാണ്? പ്രധാനമായിട്ട് നമ്മുടെ നാലമ്പലം എന്ന് പറഞ്ഞാൽ കോട്ടയം ജില്ലയിലുള്ളതാണ് നാലമ്പലം. അതുപോലെ തന്നെ ഈ അടുത്ത സമയത്ത് നടന്ന തിരുനാവായ, അതുപോലെ തന്നെ വർഷത്തിലെ 12 ദിവസം മാത്രം നടക്കുന്ന തിരുവരാനിക്കുളം, ഇങ്ങനെയുള്ള ക്ഷേത്രങ്ങളെ, അതുപോലെ തന്നെ കൊല്ലൂർ മൂകാംബിക, അതുപോലെ ക്ഷേത്രങ്ങൾ, അങ്ങനെ ഈ ആറ്റുകാൽ ഇങ്ങനെ ഉൾപ്പെടെയുള്ള എല്ലാ ക്ഷേത്രങ്ങളിലേക്കും അതാത് സമയങ്ങളിൽ നടക്കുന്ന ആ ഭക്തജനങ്ങളുടെ ആവശ്യങ്ങളനുസരിച്ച് സർവീസുകൾ നമ്മൾ കൃത്യമായി നടത്തുന്നുണ്ട്. മറ്റുള്ള സർവീസുകൾ നടത്തുന്ന കഴിയുള്ളൊരു പ്രത്യേകം എന്ന് പറഞ്ഞാൽ മറ്റുള്ള വാഹനം കൊണ്ടുപോകുമ്പോഴുള്ള ചാർജ് നമ്മളിത് ഈടാക്കുന്നില്ല. മാത്രമല്ല മറ്റുള്ളവർ പുറത്ത് അവരെ കൊണ്ടുവന്ന് ഒരു സ്ഥലത്ത് ഇറക്കി വിടുക മാത്രമാണ് ചെയ്യുന്നത്. പക്ഷേ നമ്മളങ്ങനെയല്ല, ഒരു വീട്ടിലെ കാരണവർ എങ്ങനെയാണോ അവരെ കെയർ ചെയ്യുന്നത് അതുപോലെ നമ്മൾ അവരുടെ കൂടെ തന്നെ വന്ന്, ഇപ്പോൾ തന്നെ ഞാൻ വന്ന് രാവിലെ വെളുപ്പിന് 2 മണിക്ക് കൊട്ടാരക്കുന്ന വീട്ടിലെ സർവീസാണ്. ഇവിടെ വന്ന് ഇവരോടൊപ്പം തന്നെ വന്ന് ഇവർക്ക് അടുപ്പ് കൂട്ടാനുള്ള സഹായം കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു, വെള്ളം എടുത്ത് കൊടുക്കണം, അത് കൊടുത്തു, ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കേണ്ട സംഭവം, അങ്ങനെ എല്ലാ കാര്യം. ഇനി തിരിച്ച് ഇവരെ അവരുടെ വീടുകളിൽ നിന്നാണ് ഞങ്ങൾ ഇവരെ കളക്ട് ചെയ്യുക. ആ വീട് അതൊക്കെ കൂടെയാണ് നമ്മൾ സർവീസ് രാവിലെ വന്നത്. അവരോട് വെളുപ്പിന് രാവിലെ 2 മണിക്ക് അല്ലെ 1:45 അവിടെ വീടിനടുത്ത് ഇറങ്ങി നിൽക്കാൻ പറയും. നമ്മൾ ബസ്സോട്ട് അവിടെ ചെന്ന് ഇവരെ കളക്ട് ചെയ്തുകൊണ്ട് വരുന്നതാണ്. തിരിച്ച് അവരെ അവിടെ ഡ്രോപ്പ് ചെയ്ത് അവർ സുരക്ഷിത വീട്ടിൽ കയറുന്ന വരെ ഞങ്ങൾക്ക് അതിൻ്റെ ഉത്തരവാദിത്തമുണ്ട്. അത്ര കെയറായിട്ടാണ് ഞങ്ങൾ കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ ബഡ്ജറ്റ് ടൂറിസം, അതുപോലെ ബഡ്ജറ്റ് ടൂറിസം ഇപ്പോൾ ഈ അവധിക്കാലം വരികയാണ്. ഇപ്പോൾ തന്നെ നമ്മൾ കൊടൈക്കനാൽ, അതുപോലെ തന്നെ തമിഴ്നാട്ടിലേക്കുള്ള കുറേ സർവീസുകൾ, പിന്നെ കോട്ടയം സെക്ടറിൽ, കോഴിക്കോട് സെക്ടറിൽ, വയനാട് സെക്ടറിൽ, അങ്ങനെ പല പാക്കേജുകൾ നമ്മൾ തയ്യാറാക്കുന്നുണ്ട്. അപ്പം വിനോദയാത്രയ്ക്ക് എന്ന് പറഞ്ഞാൽ ഒരു ടെൻഷനും ഇല്ലാതെ നമ്മൾ 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം ഹാൾട്ട് ചെയ്യുന്ന രീതിയിലുള്ള സംവിധാനങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ഒരിക്കൽ വരുന്ന ഒരു ഫാമിലി അടുത്തൊരു പ്രാവശ്യം അവരുടെ ബന്ധുക്കളെ കൂട്ടി ഇതിനോട്ട് വരാൻ ഇങ്ങോട്ട് നല്ല താല്പര്യത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ ചില ദിവസങ്ങളിൽ നമുക്ക് പൂർണ്ണമായിട്ട് എല്ലാ സർവീസും കൊടുക്കാൻ പറ്റില്ല, കാരണം ലൈനിലുള്ള സർവീസ് കൊടുക്കേണ്ട അവസ്ഥയുണ്ട്. ചില സമയങ്ങളിൽ നമുക്ക് 2 അല്ലെങ്കിൽ 3 ബസ് അയക്കേണ്ട സ്ഥലത്ത് ചിലപ്പോൾ 2 അയക്കാൻ പറ്റുന്നുള്ളൂ, കാരണം സർവീസോടെ കൊടുക്കണം. ബസ്സുകളുടെ ദൗർലഭ്യം ഉണ്ടെന്നുള്ള വേറെ വിഷയം, പക്ഷേ നല്ല ബസ്സുകൾ നമുക്ക് കൊടുക്കാം. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യത്തിൽ നമുക്ക് അല്പം ബുദ്ധിമുട്ടെങ്കിലും പുതിയ മിനിസ്റ്റർ വന്നതിന് ശേഷം പുതിയ ബസ്സുകളും കാര്യങ്ങളും ഇറക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഇപ്പോൾ ലിബറി പോലുള്ള പുതിയ KSRTCക്ക് വേണ്ടി ബഡ്ജറ്റ് ടൂറിസിന് വേണ്ടി തന്നെ മഞ്ഞ പച്ച കളർ ബസ്സുകൾ പ്രത്യേകമായിട്ട് തന്നെ ഇറക്കുന്നുണ്ട്. അതൊരു ഐഡൻറ്റിറ്റി മാത്രം കൂടെ ആണ്. അതുകൊണ്ട് തന്നെ യാത്രക്കാർ ഒരിക്കൽ വന്നു കഴിഞ്ഞാൽ വീണ്ടും വരാനുള്ള ഒരു താല്പര്യം അവർ കാണിക്കുന്നുണ്ട്. എന്തായാലും ഞങ്ങൾക്കും ഒരു പുതിയ അനുഭവം തന്നെയാണ്. കുറേ ആളുകളായിട്ട് നമുക്ക് മിങ്കിൾ ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട്. ആ ഒരു പരിചയത്തിൻ്റെ പുറത്ത് അവരുടെ പല ആവശ്യങ്ങൾക്കും കല്യാണത്തിനൊക്കെ ഞങ്ങളിപ്പം ഇഷ്ടംപോലെ ക്ഷണിക്കുന്നുണ്ട്, പേഴ്സണലി ക്ഷണിക്കാറുണ്ട്. അതിലുപരി അവരുടെ ഏത് ചടങ്ങുകൾക്ക് നമുക്ക് സർവീസ് ആവശ്യപ്പെടുന്നുണ്ട്, നമ്മൾ കൊടുക്കാനും തയ്യാറാണ്. അതുപോലെ അപ്പോൾ ഞങ്ങൾക്ക് ഇതിനെ കട്ട സപ്പോർട്ടായിട്ട് നമ്മുടെ CMDയും അതുപോലെ തന്നെ പ്രമോദ് സാറും അതുപോലെ തന്നെ ശ്രീ ഗണേഷ് കുമാർ സാറും ഞങ്ങളുടെ വകുപ്പ് മന്ത്രിയും ഞങ്ങളോടൊപ്പം ഉണ്ട്. അതുപോലെ തന്നെ ഞങ്ങളുടെ അതായത് ഡിപ്പോയിലെ യൂണിറ്റ് ഓഫീസർമാരും ജനറൽ CAമാർ, അതുപോലെ ഇതിൻ്റെ കോർഡിനേറ്റർ, കൊട്ടാരക്കര എന്നുള്ള കോർഡിനേറ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനു എം പിള്ള എന്ന് പറയുന്ന സാറാണ്, അതുപോലെ മനോജ് എന്ന് പറയുന്ന സാറാണ്. അവർ രണ്ടുമാണ് ചീഫ് കോർഡിനേറ്റർമാർ, ഞങ്ങൾ സബ് കോർഡിനേറ്റർമാരാണ്. അങ്ങനെ വളരെ നല്ല രീതിയിലാണ് ഈ സർവീസ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ സാർ, താങ്ക് യു. ഓക്കെ.